ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കസോൾ പെർക്കപ്പിലാണ്. അപ്പോൾ പെർക്കപ്പിൽ നിന്ന് നമ്മൾ പാക്കപ്പായി പോവാണ്, മണികരനിലേക്ക് പോവാണ്. സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നേരെ കസോളിലേക്ക് പിടിക്കണം, മാറിപ്പോയി മണികരനിലേക്ക് പിടിക്കണം. മണികരനിൽ നിന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ നാളെ ആയിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അവിടെ റൂം സെറ്റാക്കിയിട്ട് നാളെ നമ്മൾ നേരെ തോഷിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് നോക്കാം, വരുന്നത് വെച്ച് കാണാം. അപ്പോൾ നമ്മുടെ യാത്ര ഇന്നത്തേക്ക് ഇവിടെ തുടങ്ങുകയാണ്. ഇതാട്ടോ സാഗർ ബ്രോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാം എടുത്തിട്ട് പോവാട്ടോ. മണികരനിലെത്തുമെന്ന് അറിയില്ല. നമ്മൾ മണികരനിലേക്കാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ബസ്സിലാണ് പോകുന്നത്. പറഞ്ഞ് 7 കിലോമീറ്റർ ഉണ്ട്. നടന്നിട്ട് നമുക്ക് പെട്ടെന്നെത്തില്ലേ. ബസ്സിലാണ് പോകുന്നത്. 7 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ഇവിടെ നോക്കിയ സ്ഥലങ്ങളൊക്കെ ഫുൾ ക്യാമ്പ് സെറ്റ് വൈബ് സ്പോട്ടാട്ടോ ഇത്. മറ്റേനെക്കാട്ടി കസോളിൻ്റെ ബേക്കിലോട്ടാണ് 3 കിലോമീറ്റർ. ഒരു അടിപൊളി സ്ഥലം. അപ്പം ഞാനും സാഗർ ബ്രോവും പോവാട്ടോ. അവനിതാ പുള്ളിച്ചാടി പോകുന്നുണ്ട്. ഇളക്കിക്കൊണ്ടാണ് പോകുന്നത്. വെള്ളം നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണോ വരുന്നത്, ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. നേരെ പോകണം. ഇളക്കിക്കൊണ്ടാണ് പോകുന്നത്. അയ്യോ സീൻ. ആരാ ഇളക്കുന്നത്? പ്രോപ്പർ താഴെ പോയാൽ തീർന്ന്. ഗൈസ് അയ്യോ അയ്യോ. ഇനി ഇത് വെക്കട്ടെ. നമ്മൾ ആ പാലം ക്രോസ് ചെയ്ത് ബ്രോ ബസ് അവിടെയാണ് കിട്ടുന്നത്. യെസ്. ഇവിടെ എത്തും. ഇതുവഴി പോയാൽ അവിടെ എത്തും. ഇവിടെ വന്നി കുളിച്ച് ടെമ്പിൾ ഉണ്ട്. ടെമ്പിൾ എടുത്ത് പോയിട്ട് അവിടെ ഫസ്റ്റ് ടൈം പോയി ഒന്നും കടിച്ചില്ല. അപ്പുറം 2 rupees കടിച്ചു. സരി പോയി. ഞാനിതാ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മുകളിലാണ് ബസ് വരുന്നത്. നിങ്ങൾ താഴെ അങ്ങുന്നാവുന്നത്. ഇനി മുകളിൽ ബസ്സും കാത്തിക്കാം. യെസ്. കുത്തനെയുള്ള മല കയറി ഇനി ബസ്സും കാത്ത് നിൽക്കണം. മണികരൻ ബസ്. വി ആർ വെയിറ്റിംഗ് ഫോർ മണികരൻ ബസ്. എവിടെ കിട്ടും. ഇതിലേ കൂടി കേട്ടോ ഞങ്ങൾ സൈക്കിളും തള്ളിപ്പോയത്. പാലത്തിൻ്റെ മുകളിൽ കൂടി. ഗായ്സ്, നമ്മളപ്പോൾ ബസ് സ്റ്റോപ്പ് കൂടി കേട്ടോ. ക്ലിയർ വെള്ളം. മറ്റന്നാൾ ഇവിടെ ഒന്ന് കുളിക്കാം. ഇവിടെ ടെൻറ്റ് മേടിക്കാം വേണമെങ്കിൽ. അടിപൊളി. അടിപൊളി വെള്ളം കേട്ടോ. ക്ലിയർ വെള്ളം. നമ്മളിതാ ഗൈസ് താഴോട്ടേക്ക് പോവാണ്. പാറ നോക്കിയാൽ പാറ തന്നെ ഉള്ളൊരു മര ഈ സൈഡിലായിട്ട് വളഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ മഷ്റൂം. താഴോട്ടിറങ്ങി പോവാലോ. ഞങ്ങളിതാ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ബസ് വരാൻ ചാടിക്കയറി പോകണം. നല്ല തണുപ്പുണ്ട് ഇല്ലേടാ. വെള്ളത്തിൻ്റെ അടുത്ത് വരുന്നേരം നല്ല തണുപ്പുണ്ട്. അല്ലാണ്ടൊരു സീനും ഇല്ല. നല്ല രസം. ഈ പാറേൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ നോക്കിയത്. ഇവിടെ എന്തിനാ വരുന്നത്? ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ബസ്സിൽ കയറുന്ന കാണിക്കാം. നമുക്കപ്പോൾ ഇപ്പം ബസ് കിട്ടിയിട്ടേ ഉള്ളൂ ഇല്ലേടാ. ഇപ്പം ബസ് കിട്ടി. ഞാൻ ബസ്സിൽ ഇരിക്കുകയാണ്. നേരെ മണികരനിലെത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പോയി. ബസ്സിൽ കുറച്ച് അത്യാവശ്യം പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ നിന്ന സ്ഥലം അതിൻ്റെ അപ്പുറമുള്ളത് കാണാൻ പറ്റുന്നറിയില്ല. നല്ലൊരു അടിപൊളി. അപ്പോൾ നമുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നത്. നമ്മളപ്പോൾ ഇതാ 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക്. 40 എടുത്ത് വീശ്.
ഒന്നും നോക്കണ്ട. ഇനി നേരെ പോവല്ലോ. ഓരോ കാഴ്ചകളുണ്ടോ ഇവിടെ? മഴ ചാറുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു വേറെ ക്ലൈമറ്റ്. അടിപൊളി. മഴക്കാലത്ത് ഒരു മൂന്നാറിൻ്റെ വൈബ് ഇടുന്നില്ലേ? ഏതാ തന്നെയാണ് അങ്ങനെ വറച്ചു കളിക്കുന്നത്. അപ്പോൾ നമുക്ക് പടികാരെല്ലാം കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഹോട്ട് വാട്ടർ സ്പ്രിങ്ങൊക്കെ കാണിച്ചു തരാം. നമ്മൾ മണികരനെത്തി കേട്ടോ. മഴയാണ് ഇവിടെ, നല്ല മഴയൊക്കെ കേട്ടോ. അടിപൊളി. നമ്മൾ മഴയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നൈസ് മഴ, ചെറിയായിട്ട് ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയൊക്കെ ഇവിടുത്തെ വലിയ മഴ കേട്ടോ. നമ്മളങ്ങനെ മണികരനിലെ ഹോട്ട് സ്പ്രിങ് കാണാനായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചലിച്ച് ഗുരുദ്വാര കാണുന്നില്ല. കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട്. ഗുരുദ്വാര ഇവിടെ പോയി. എവിടെയാടാ? ആ റൂട്ടാണോ? ചാടിക്കിടക്കണോ അത്? ഗുരുദ്വാരൊക്കെ ഗുരുദ്വാരയിലേക്കുള്ള യാത്രയിലാണ് ഗൈസ്. ഗുരുദ്വാരയിലേക്കുള്ള അയ്യോ അടിപൊളി ഫുൾ വൈബ്. കേട്ടോ കാണാൻ. ഇവിടുന്ന് ഒരു വ്യൂ ഇല്ല, അത് അടിപൊളിയാണ്. ഞാനത് വരുന്നേരം കണ്ടില്ലായിരുന്നു, വരുന്നേരത്തൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇടുവായിട്ട് തോന്നിയത്. ആ പൊളി, നല്ലൊരു വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആടാ. കേട്ടോ പാർവതി നദി ഒഴുകുന്ന താഴ്വരയാണ് ഇത്. പാർവതി വാലി എന്ന് പറയും. ഇതൊക്കെ പാർവതി വാലി. ആ അടിപൊളി. ഇത് അവിടെ കേട്ടോ സ്വിമ്മിംഗ് പൂൾ. പൊളി. ഹോട്ട് സ്പ്രിങ്ങിന് പൂള്. അത് ഹോട്ട് സ്പ്രിങ്ങിൻ്റെ പൂളാട്ടോ. നല്ല പുക പോകുന്ന കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട്. വാ പൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ മണികരനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. മണികരനിലെ ഗുരുദ്വാരയാണിത്. പാർവതി വാലിയിലെ മണികരൻ. ഗാങ്സ്റ്റർ ആവാൻ പോവാ. ഇതാട്ടോ ഹോട്ട് സ്പ്രിങ്. തിളച്ച വെള്ളം. ഇത് ഇവിടെ എത്തുന്ന തന്നെ മനസ്സിലാവും നമുക്ക്. നല്ല ചൂടാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. തിളക്കുന്ന വെള്ളമാണിത്. ഓക്കെ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ആദ്യം മണികരൻ, എന്നിട്ട് തിരിച്ചു തരാം. ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തുമ്പോൾ ഇത് കണ്ട ഗൈസ്, ഇത് ഹോട്ട് കേവ് കേട്ടോ. ഹോട്ട് കേവിൽ കയറിയിട്ട് ചൂട് തിരിക്കുകയാട്ടോ. അങ്ങനെ ഞാൻ പോകുമ്പോൾ ശരിക്കും ഹോട്ട് കേവാണ്. ഹോട്ട് കേവ് വെറുതെ പുള്ളി തല കുനിച്ചുണ്ടാക്കിയത്. തല കുനിച്ച് പോകണമെന്നായിരിക്കും പറഞ്ഞത്. യെസ്, ഫൈനലി നമ്മൾ എവിടേക്ക് വെള്ളം തിളയ്ക്കും. എവിടെ? ആ അവിടെ കാണാൻ പറ്റില്ല കേട്ടോ. വെള്ളം തിളച്ച് പോകുന്നത്. ഇവിടെ നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇതെവിടെ സ്ഥലം? എക്സിറ്റ് ആണോ? എൻ്റെ പൊന്നടാ, രണ്ടും കണക്കല്ലേ. മുകളിൽ കയറാൻ പറ്റൂല. ആ പൂട്ടിയതാ. ഞാൻ തിരിച്ചു പോകാം ഗൈസ്. നമ്മളങ്ങനെ ഇതാ
മണികരനുള്ള ഗുരുദ്വാരയാണ് ഫുഡ് കഴിക്കാട്ടോ. ഫ്രീ ഫുഡാണ്. ജനമുണ്ട്, ഇവനുണ്ട്, ഞാനുണ്ട്. ഞാനും കഴിക്കുകയാണ്. കൊള്ളാം കാഴ്ച തിന്നാൻ പറ്റും. അതന്നെ കഴിച്ചു. നമ്മളങ്ങനെ മണികരം മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഷൂവിൻ്റെ ഒക്കെ കടയുണ്ട്, കുറച്ച് മുന്നോട്ടെത്തി പോയി. പിന്നെ ഡ്രസ്സിൻ്റെ കുറേ കടകളുണ്ട്, സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉണ്ട്, എല്ലാതരം സാധനം കിട്ടുന്നുണ്ട് ഇവിടെ. ഇതാ ഹോട്ടൽ വരുന്നുണ്ട്, ചെറിയ ചെറിയ എല്ലാ സാധനവും കിട്ടും. ഇതൊക്കെ പാലം ഇട്ടിരിക്കുകയാണ് നമ്മൾ. മണികരനിലെ പാലം അവിടെയാണ്. മണികരൻ്റെ മറ്റേ സിംഗ് സാഹിബ് മറ്റേ സാധനമുള്ളത് ഗുരുദ്വാരുള്ളത് അവിടെ കേട്ടോ. ഇവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന നോക്കിയാൽ മുകളിൽ നിന്ന് തോഷിൽ നിന്ന് വരുന്ന വെള്ളം ഇത്. നമ്മൾ തോഷിലേക്കാണ് നാളെ പോകുന്നത്. നൈസല്ലേ, പൊളി പൊളി, രക്ഷയില്ല. മറ്റേ കൂട്ടുകൾ അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ഇതാ എന്തിനാണ് ഈ സ്ഥലത്തിൻ്റെ പേര്? ബാർഷായനി എന്ന് പറഞ്ഞ ഒരു ചെറിയ വില്ലേജിലാണുള്ളത്. ഇവിടെ നമ്മൾ തോഷിലേക്ക് ട്രെക്ക് ചെയ്ത് പോകാം. ട്രെക്കിങ് ചെയ്യണമെങ്കിൽ റോഡിൻ്റെ പോലത്തെ റോഡിൻ്റെ മുകളിൽ കൂടെ തന്നെ നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഇങ്ങനെ നേരെ പോകണം. ഇതൊക്കെ അങ്ങോട്ടേക്കുള്ള വണ്ടിയാണ് തോഷിലേക്കുള്ളത്. തോഷിലേക്ക് നോക്കി പോകണമെന്നാണ് പറഞ്ഞത്. ലാൻഡ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണെന്ന് പറഞ്ഞത്. അതെനിക്ക് വെള്ളം ഒഴുകി വരുന്നത് പോകുന്നു. കാര്യം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലകളൊക്കെ കയറിയിട്ട് നമുക്ക് തോഷ് വില്ലേജിലേക്ക് നടന്ന് കിടന്ന് ചെല്ലാം കൂട്ടുകാരെ. അപ്പോൾ എത്ര മണിക്കൂർ നടക്കാണ്ടെന്ന് അറിയില്ല, കുറേ കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. നോക്കിയേ ഭംഗി നോക്കിക്കേ. അവിടെയൊക്കെ കോട കയറിയിട്ടുണ്ട്, ഇവിടെയും കോട കയറിയിട്ടുണ്ട്, അവിടെയൊക്കെ കോട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും മലേൻ്റെ മുകളിലുള്ള സ്ഥലമായിരിക്കും തോഷ് എന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്. വാ അടിപൊളി. നമ്മളിങ്ങനെ തന്നെ കയറി അതിലേക്ക് കൂടെ തന്നെ പോകണം കേട്ടോ. മുകളിലേക്ക് കയറി ട്രെക്ക് ചെയ്ത് പോകണം. എനിക്ക് വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന്. അടിപൊളി. മുകളിലെനിക്ക് നല്ല അടിപൊളി ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ മരങ്ങളും പച്ചപ്പും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വി ഷേപ്പിൽ ഇങ്ങനെ. പൊളി. അത് ആ മല ഉണ്ടോ? 1 2 3 4 പുറത്തേക്ക് ചാടി കിടക്കുന്നുണ്ട്. നമ്മളിതാ തോഷി നടന്ന് എത്താൻ പോവുകയാണ്. ഇനി 1.5 കിലോമീറ്റർ എങ്ങാനുണ്ട് കേട്ടോ. നല്ല നടക്കണം. ഓഫ് റോഡാണ്, വണ്ടിയൊക്കെ വരും. പക്ഷേ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ബസ്സൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ അങ്ങ് വരെ നടക്കണം. ആ കാണുന്നതാണ് തോഷ് വില്ലേജ്. ഇനി ഇതുപോലത്തെ കയറ്റമുണ്ട്. നമ്മളിതാ ട്രെക്കിങ്ങിന് അവസാനം ഇതാ താഴെ ഏറ്റവും മുകളിൽ വരെ കയറി. ഇനി മുകളിൽ ഇതാ അങ്ങ് നടന്ന് പോകണം. ഇനി 1 കിലോമീറ്ററിന് അടുത്തുണ്ട്, നടന്നങ്ങ് എത്തണം. മഴ ചാറ്റിക്കോന്നിക്കുന്നുണ്ട്, മഴയും ചാറി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കടമ്പകളും കിടന്ന് നമ്മൾ തോഷ് വില്ലേജ് എത്താറായി. തോഷിലേക്കുള്ള വയ്യാട്ടോ ഇടിഞ്ഞു പോയി കിടക്കുകയാണ്. അതെനിക്ക് വെള്ളം ഇങ്ങനെ അടിച്ച് വെള്ളച്ചാട്ടം പോലെ ആയിട്ടുണ്ട്. അതാണ് തോഷ് എന്ന് പറഞ്ഞ ചെറിയ വില്ലേജ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ചെറിയ വഴി കൂടി വേണം പോകാൻ. ടാസ്ക് ഏരിയ കേട്ടോ. വഴിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി താഴേക്ക്. നമുക്കപ്പോൾ നടന്നു പോവാം കേട്ടോ. നടന്നു പോവാം ഗൈസ്. നടന്ന് പോവാം. ആപ്പിളം കൊണ്ട് വരുന്നുണ്ട്, വൈകുന്നേരം കൊടുക്കാം. റോഡ് മൊത്തം താഴെത്തി. വെരി ഹാർഡസ്റ്റ് പാർട്ട്. ഈ പുള്ളി വരുന്നുണ്ട്, പോകാൻ പറ്റുമോ? മോള് കയറാം. എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വലിയൊരു
താഴെ പോയി തീർന്ന് ഒരു കട്ടിക്കൂട്ടം നോക്കിക്കുന്നുണ്ട്. യെസ്, ഇങ്ങനെയുള്ള റോഡായിരുന്നു. ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ എത്തി. നമ്മളിപ്പോൾ അതാ തോഷിലെത്തി കേട്ടോ. തോഷിലേക്കുള്ള പാലാണിത്. ഈ വെള്ളം വരുന്ന ഒഴുകി വരുന്ന മുകളിൽ വെള്ളം ഇങ്ങനെ ഒഴുകി താഴോട്ട് വരുന്നുണ്ട്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് തോഷെത്തുക. മറ്റേ കോട മഞ്ഞൊക്കെ കയറിയിട്ടുണ്ട് മുകളിലൊക്കെ. അടിപൊളി വഴി അവൻ്റെ വരുന്നു, സാഗറിൻ്റെ വീട്ടിൽ വരുന്നു. ഇനി നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എനിക്ക് ജലദോഷം കേട്ടോ. അതാ സൗണ്ട് ഒന്നും ഉഷാറില്ലാത്തത് ഗായ്സ്. കണ്ണും വയ്യ, മറ്റേ എന്തോ പൊടിയോ എന്തോ സാധനം കണ്ണിന് വീണിട്ടുണ്ട്. സീനായി കിടക്കുക. ഇതാണ് ഇറക്കം. അപ്പോൾ നമ്മൾ നടന്നിറങ്ങാം. ചാണകമൊക്കെ ഉണ്ട് വൈകി, നോക്കിപ്പോണം. വരുന്നുണ്ട് ഇവിടുന്ന് കേട്ടോ ആപ്പിൾ കൊണ്ടുപോകുന്നത്. ആപ്പിളും ഡബ്ബയിലാക്കിയിട്ട് കൊണ്ടുപോകും. നമ്മളിതാ തോഷിക്കൂടിയുള്ള നടപ്പാതയിലൂടെ നടന്ന് ഏത് കഫേ എന്നാണ്? ഊപ്പർ കഫേയോ? ഊപ്പേഴ്സ് കഫേയിൽ പോവാട്ടോ. അവിടെ ചെന്നിട്ട് നമുക്കിന്ന് സ്റ്റേനുള്ള നോക്കണം. ഫുള്ള് ചാണകമാണ് റോഡ്, വൈകിൽ മൊത്തം. പിന്നെ മഴ പെയ്തുകൊണ്ട് മൊത്തം അലമ്പി കിടക്കുക. ആപ്പിളൊക്കെ നോക്കി, ആപ്പിളൊക്കെ തുളുമ്പി കിടക്കുന്നുണ്ട്. ഇവിടുന്ന് കുറേ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എടാ, ഇഷ്ടം പോലെ ആപ്പിള്. ഇവന് കുറച്ച് ഒന്ന് അതിൻ്റെ അന്ന് അടിച്ചു മാറ്റി തിന്ന്. ദൈവം തന്നെ. നീ അടിച്ചു മാറ്റി തിന്നില്ലേ? ഒരു ആപ്പിൾ നൈസായിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് തിന്നാണ്. ഇനി നമുക്ക് ഊപ്പേഴ്സ് കഫേ തപ്പി നടക്കാം. തോഷിൻ്റെ വഴിയോരങ്ങളിലൂടെയുള്ള ഒരു പതനചലനമായ യാത്ര. നല്ല പച്ചപ്പ് നിറഞ്ഞ ഹരിത ഭംഗിയുള്ള വഴിയരികിലൂടെ ചാണകം ചവിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി നടക്കുകയാണ്. ചാണകം 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 ഫുൾ ചാണകം. ഊരിപ്പോയാൽ തീർന്ന്. ഇവൻ സെറ്റപ്പ് ഷൂ ഒക്കെ ഇടാൻ വന്നിരിക്കും. നോക്കിക്കേ, ഗോൾഡിൻ്റെ കളറുള്ള ഷൂ. ഗോൾഡ് പോയ വഴി മൊത്തം ഇട്ട് വെച്ചിട്ടുണ്ട്. അതേതായിരുന്നു? പാണ്ടിപ്പാടിൻ്റെ അകത്ത് പറയുന്നത് അതുപോലത്തെ സാധനം. ഫുൾ ചാണകം. നമ്മൾ നടന്നു വന്നപ്പോൾ അവിടെ ഊപ്പേഴ്സ് കഫേൻ്റെ ബോർഡ് ഉണ്ട്. ആ ബോർഡും പിടിച്ചതാ നിങ്ങൾ വേറെ ഏതോ ഇടക്കൂടി നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മുകളിൽ എവിടെയൊക്കെ എത്തി. അവിടെ അതുണ്ടാവുമോ? ഓ, അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ പിടിച്ച് ഞങ്ങളിതാ നേരെയാന്ന് തോന്നുന്നു ഊപ്പേഴ്സ് കഫേ മുകളിൽ. ഓട് ഓട്. നമ്മൾ തോശിൽ ഏതൊരു ഇടവഴിക്ക് എത്തി കേട്ടോ. അവിടെ കണ്ട സ്ഥലം ഇത്. എല്ലാവരും ആപ്പിളായിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ കഫേൻ്റെ കളറും കാര്യങ്ങളും പെയിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മൊത്തം സെറ്റപ്പ് അല്ലേ. ഇവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുള്ള് മിനി ഗോവ എന്ന് വേണമെങ്കിൽ പറയാം. ടോഷ് കസോളൊക്കെ മിനി ഗോവയല്ല, മലമുകളിലെ ഗോവ അല്ലേ? കഴിഞ്ഞോ? മുകളിലതൊക്കെ ഓടൊക്കെ ഉണ്ട്.